എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെയ് 4 കേരള അസംബ്ലി ഇലക്ഷൻ്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ 100-ലധികം സീറ്റുകൾ നേടി UDF വൻ വിജയം സ്വന്തമാക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. പക്ഷേ യഥാർത്ഥ ട്വിസ്റ്റ് നടക്കാൻ പോകുന്നത് അവിടെയല്ല. UDFൻ്റെ ഈ വൻ വിജയത്തിന് പ്രധാനപ്പെട്ട കാരണം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമായിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം വോട്ടിൻ്റെ ഏകീകരണം. അതായത് മതമാണ് മുഖ്യമെന്ന് വിളിച്ചു പറഞ്ഞ് നടന്ന മുസ്ലിം വോട്ടുകളും ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്താൻ വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന ക്രിസ്ത്യൻ സഭകളും, അതായത് അത് കാണിക്കാൻ മടി കാണിച്ച ക്രിസ്ത്യൻ സഭകളും ഒറ്റക്കെട്ടായിട്ട് UDFന് പിന്നിൽ അണിനിരന്നതാണ്. ആ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ 2026 നടന്ന കേരള അസംബ്ലി ഇലക്ഷനിൽ കാണാൻ കഴിഞ്ഞത്. പക്ഷേ എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ കാണാത്ത ഒരു വലിയ മാറ്റത്തിന് തുടക്കമാകും. നിലവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഹിന്ദു സമുദായമാണ്. ഏകദേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന വോട്ടർമാരിൽ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരിൽ ഒരു 96% ഹിന്ദുക്കളാണ്. അവരാണ് കേരളത്തിൻ്റെ സോ കോൾഡ് സെക്യുലർ മൈൻഡിൻ്റെ ആൾക്കാർ. ന്യൂനപക്ഷങ്ങൾ അവരുടെ താല്പര്യങ്ങൾക്കും സമുദായത്തിനും വേണ്ടി മാത്രം അതിവിദഗ്ധമായി ഒന്നിച്ചു നിൽക്കുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ മാത്രം എന്തിനാണ് ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും പറഞ്ഞുകൊണ്ട് അവരുടെ വോട്ട് ബാങ്കായി ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നൊരു വലിയ ചോദ്യം ഹിന്ദു വോട്ടർമാരുടെ ഇടയിൽ ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. അത് ഈ ഇലക്ഷനിൽ നമ്മൾ കണ്ടു. ഈ ഇലക്ഷനിൽ വലിയ രീതിയിലുള്ള പോളിംഗ് രേഖപ്പെടുത്തി ഏകദേശം 80% പോളിംഗ് ആണ് നടന്നത്. പക്ഷേ ഇത് ആർക്ക് അനുകൂലമാണ്? നേരത്തെ മുകളിൽ പറഞ്ഞ മാതിരി, അതായത് ഒരു ന്യൂനപക്ഷ ഏകീകരണം വ്യക്തമായി നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴത്തും ഹിന്ദുക്കളുടെ ഒരു ഏകീകരണം നടന്നിട്ടുണ്ട്. ആ ഏകീകരണം പോയിരിക്കുന്നത് BJP, ഹിന്ദുക്കൾ ഏകീകരിച്ചത് BJPക്കും CPMനും അനുകൂലമായിട്ടാണ് എന്നൊരു തോന്നൽ ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം പല അനലിസ്റ്റുകളും പുറത്തു വെച്ചിട്ടുണ്ട്, പുറത്ത് വിട്ടിട്ടുണ്ട്. അതായത് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇവിടെ നടക്കുന്ന ഈ ഭയങ്കരമായിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനം അത് കാരണം ഇവിടുത്തെ ഹിന്ദുക്കൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നടന്ന ഒരുപാട് സംഭവവികാസങ്ങളുണ്ട്. TCSലെ മതം മാറ്റം, പിന്നെ അത് മാത്രമല്ല മോണോലിസ കല്യാണം, സീരിയൽ നടൻ ബീഫ് നിർബന്ധിച്ച് തീറ്റിക്കാൻ ശ്രമിച്ചത്, വിഷു പോസ്റ്റർ വിവാദം തുടങ്ങി ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ മുസ്ലിം പക്ഷം ചേർന്ന് നിശബ്ദരായി നിൽക്കുന്ന ഇടതു വലത് മുന്നണികൾ തുടരുന്ന ന്യൂനപക്ഷ പ്രീണനം ഇവിടുത്തെ സാധാരണ ഹിന്ദുക്കളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന സംഭവങ്ങളായിട്ടുണ്ട്. അതിൻ്റെ തെളിവാണ് വിഷു പോസ്റ്റർ വിവാദത്തിൽ പതിനും വിപരീതമായി എല്ലാ കോണുകളിൽ നിന്നും ഹിന്ദുക്കളുടെ ശബ്ദം ഉയർന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടോ? അതായത് ഇതൊരു ടെസ്റ്റ് ഡോസാണ്. ആക്ച്വലി ഈ അടുത്ത് സംഭവിച്ച വിഷു പോസ്റ്റർ വിവാദം, അതായത് ശ്രീകൃഷ്ണൻ മന്തി കഴിക്കുന്ന, അത് ആലപ്പുഴയിലെ ചേർത്തയിലെ ഒരു ഹോട്ടൽ, മെഹർ എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ ഒരു സുഡാപ്പി, അതിൻ്റെ ഓണർ സുഡാപ്പിയാണ് ഈ പോസ്റ്റർ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വഴി പ്രചരിപ്പിച്ച് അത് ഒരു അബദ്ധമാണ്, കയ്യബദ്ധം പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് മെഴുകുന്നുണ്ട്. പക്ഷേ അത് സംഭവിച്ച ഒരാൾക്ക് മാത്രമല്ല, ഒരുപാട് പേര് ഇത്തരത്തിലുള്ള പോസ്റ്റർ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ 1990 കശ്മീരി ജനോസൈഡ് നടത്താൻ വേണ്ടിയിട്ട് ഇവർ ഉപയോഗിച്ച അതേ തന്ത്രം തന്നെയാണ്. ഇതിന് പിന്നിൽ ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം അവർ ടെസ്റ്റ് ഡോസായിട്ടൊന്ന് ഇട്ട് നോക്കും. അത് എങ്ങനെയാണ് ഹിന്ദുക്കൾ പ്രതികരിക്കുന്നത് എന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കും ബാക്കി കാര്യങ്ങൾ തുടങ്ങുക. അതായത് കശ്മീരിലെ 90കളിൽ ആദ്യം ഈ ഹൈ പ്രൊഫൈൽ ഹിന്ദുക്കളെ കൊല ചെയ്തപ്പോൾ അവിടെ ഹിന്ദുക്കൾ ഒരു അക്ഷരം വേണ്ടിയിരുന്നില്ല. പിന്നീട് അവിടെ ഉച്ചഭാഷണികളിൽ നിന്ന് കേട്ട വാക്കുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളെയും വിഗ്രഹം ആരാധിക്കുന്നവരെയൊക്കെ ഇവിടുന്ന് സ്ഥലം വിടുക, അല്ലെങ്കിൽ മതം മാറുക, അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ഉച്ചഭാഷണികൾ കേട്ടത്. അപ്പോൾ അതേ ഒരു സമാന സാഹചര്യമാണ്, ഒരു സംഭവമാണ് ഈ വിഷു പോസ്റ്റർ വിവാദത്തിലും കേരളത്തിൽ കണ്ടത്. പക്ഷേ ഹിന്ദുക്കൾ അതിന് ഒറ്റക്കെട്ടായി നേരിട്ടു. പാർട്ടി ഭേദമന്യേ കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും വികാരമാണ്. വിഷു എന്ന് പറയുന്ന എല്ലാവരും വികാരം തന്നെയാണ്. എല്ലാ ഹിന്ദുക്കളും ഒരുമിച്ച് ഇവർക്കെതിരെ ഒറ്റക്കെട്ടായി പൊരുതി. ശരിക്കും സുഡാപ്പിയുടെ ഇത് ടെസ്റ്റ് ഡോസ് പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ ഒരു വലിയ തിരിച്ചറിവിലേക്കായിരിക്കും വഴിവെക്കുക. മറ്റുള്ളവർ അവരുടെ സമുദായത്തിന് പ്രാധാന്യം നൽകുമ്പോൾ തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ BJPക്ക് മാത്രമേ കഴിയൂ എന്നൊരു ബോധ്യം സാധാരണക്കാരായ ഇടത് ഹിന്ദു വോട്ടർമാരിൽ വേരുറപ്പിക്കും. ഇത്തരം സംഭവവികാസങ്ങൾ അങ്ങനെ ശരിക്കും സംഭവിക്കണമെന്നാണ് പറയുന്നത്. സുഡാപ്പിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തു വരട്ടെ. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി നമ്മുടെ മറ്റുള്ളവരുടെ മതത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്നു? നമ്മുടെ സ്വന്തം മതത്തിൻ്റെ താല്പര്യങ്ങൾ ബലി കഴിച്ചിട്ട് എന്തിന് ഈ കാലപ്പഴക്കം ചെന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് ഇരിക്കണം എന്നുള്ളൊരു ബോധം, ഒരു ചോദ്യം ഹിന്ദുക്കൾ ഉയർന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കളുടെ ഇടയിൽ. അപ്പോൾ ഈ ഒരു ചിന്താഗതി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി എഴുതുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. വർഷങ്ങളായി ഇടതിനെ താങ്ങി നിർത്തിയ ഭൂരിപക്ഷ സമുദായം കൂട്ടത്തോടെ BJPയിലേക്ക് തിരിയുന്ന കാഴ്ചയാകും പിന്നീട് കേരളം കാണാൻ പോകുന്നത്. ഈ ഒരു ധ്രുവീകരണം കൃത്യമായി സംഭവിച്ചാൽ അടുത്ത തവണ കേരളം ഭരിക്കുന്നത് BJP തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്കറിയാം, ഈ 2026 ഇലക്ഷൻ നടന്ന ഈ കേരളത്തിൽ ഒരു സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും 3 വർഷം മാത്രമേ അതിന് ആയുസുള്ളൂ. 2029 രാജ്യത്തിൽ മൊത്തം 1 നാഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്നൊരു പരിപാടി നടക്കാൻ പോവാണ്. അപ്പോൾ എന്തുണ്ടാകുമെന്ന് ഒരാൾക്ക് 4-5 വോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ മൊത്തത്തിലെ ഇലക്ഷൻ്റെ ഒരു ആംബിയൻസ് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മോദിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നു എന്നൊരു ആംബിയൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ ചിത്രം തകിടം മറിയും. അതായത് ഇവിടെ കേരളത്തിലെ സ്ത്രീകളൊക്കെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ മോദിക്ക് വോട്ട് ചെയ്യും. അത് സംസ്ഥാന തെരഞ്ഞെടുപ്പും കൂടി നടക്കുന്ന സമയം ആണോ, എല്ലാം ഒരു 4-5 വോട്ട് ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാ വോട്ടുകളും
മോദിക്ക് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ, അതായത് ഒരു പാർലമെൻറ്റ് വൺ നാഷൻ വൺ ഇലക്ഷൻ ആണല്ലോ, അപ്പോൾ ക്വൈൻ ഫോക്കസ് പോയിന്റ് മോദി ആയിരിക്കും, അപ്പോൾ അത് രാഹുൽ ഗാന്ധി ആയിരിക്കും. അപ്പോൾ എല്ലാവരും പോയിട്ട് മോദിക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു കാലാവസ്ഥ അവിടെ ഉണ്ടാകും. അപ്പോൾ BJPക്ക് വൻ വിജയം ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വരുന്ന സർക്കാർ 3 വർഷത്തെ ആയുസ് മാത്രമേ ഉണ്ടാകൂ. അപ്പോൾ ഇതൊക്കെ ഒരു ടെസ്റ്റ് ഡോസ്. ഇപ്പം സുഡാപ്പികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു ടെസ്റ്റ് ഡോസാണ്. അപ്പോൾ UDF അധികാരത്തിൽ വരും എന്ന് കണ്ട ഉടനെ തന്നെ ഇവർ വലിയ രീതിയിൽ ഈ നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തെയും ഹൈന്ദവ ബിംബങ്ങളൊക്കെ ആക്ഷേപിക്കുകയും അടച്ചാക്ഷേപിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് UDFന് ഭരണം കിട്ടുമെന്നുള്ള ഒരു ഇതിൻ്റെ പുറത്താണ്. അപ്പോൾ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ഭരണം കിട്ടുന്നതിന് മുന്നേ തന്നെ ഇത്തരം തീവ്ര നിലപാടുമായിട്ട് ഈ സംഘടനകൾ, ഇത്തരം സുഡാപ്പികൾ പോവുകയാണെങ്കിൽ ഭരണം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലപ്പുറം ഇവിടെ സംഭവിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ ഈ 3 വർഷം, ഈ 2026 തൊട്ട് 2029 വരെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അഴിഞ്ഞാട്ടമായിരിക്കും. കാരണം നമുക്കറിയാം, അവരുടെ നേതാവ് തന്നെ KM ഷാജി എന്താ പറയുക, മതമാണ് പ്രശ്നം, മതം തന്നെയാണ് നമ്മുടെ പ്രശ്നം. കഴിഞ്ഞ 10 വർഷമായി നമ്മൾ ഭരണത്തിലില്ല. അപ്പോൾ എന്താ പറയുക, ഈ 10 വർഷം നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി എല്ലാ മുസ്ലിങ്ങളും UDFന് വേണ്ടി വോട്ട് ചെയ്യണം, ലീഗിന് വോട്ട് ചെയ്യണം എന്നാണ് ഈ ഷാജി എന്ന് പറയുന്ന തീവ്ര സുഡാപ്പി പറഞ്ഞത്. മനസ്സിലായോ? ഇവിടെ കൊടുങ്ങല്ലൂർ B ഗോപാലകൃഷ്ണൻ ഫാക്റ്റ് പറഞ്ഞ് ഒരു ബോർഡ് വെച്ചപ്പോഴും, അതായത് ഇത്രയും കാലം കൊടുങ്ങല്ലൂരിന് കിട്ടിയത് MLA മാരുടെ പേര് വെച്ച് ഒരു പോസ്റ്റ് അടിച്ചപ്പോൾ അതിനെതിരെ ചന്ദ്രഹാസം മുഴക്കിയ ടീമാണ്. അത് ഷാജി ഇത്തരത്തിൽ പറഞ്ഞ് ആ സമയത്ത് ഒന്നും പറയാത്ത ടീമാണ് ഈ B ഗോപാലകൃഷ്ണനെ ചന്ദ്രഹാസം മുഴക്കിയത്. അപ്പോൾ എന്തിനായാലും ഈ വരുന്ന 3 വർഷക്കാലം മാത്രമേ പുതിയ സർക്കാരിന് ആയുസ് ഉണ്ടാവൂ. അപ്പോൾ ഈ 3 വർഷക്കാലയളവിൽ വലിയ രീതിയിലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഹൈന്ദവ ആചാരത്തെയും ഹൈന്ദവ സംസ്കാരത്തെയും അപമാനിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസാണ് ഈ വിഷു പോസ്റ്റർ വിവാദത്തിലൂടെ നടന്നത്. അപ്പോൾ കേരളം ഒറ്റക്കെട്ടായി, ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി ഇതിനെ നേരിട്ടത് പിന്നീട് ചരിത്രമാണ്. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFന്റെ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചേക്കാം. എന്നാൽ ആ വിജയം ഭാവിയിൽ കേരളത്തിൽ BJP അധികാരത്തിൽ വരുന്നതിനുള്ള ഉറപ്പുള്ള അടിത്തുറപ്പാകുന്ന ഒന്നായിരിക്കും. അത് ഒരു സംശയമില്ല. 2029 വൺ നാഷൻ വൺ ഇലക്ഷൻ നടക്കാൻ പോകുമ്പോഴും ഒരാൾക്ക് 4-5 വോട്ട് ചെയ്യണമെങ്കിൽ ആ വോട്ട് പോകുന്നതെല്ലാം മോദിക്കായിരിക്കും. വലിയ രീതിയിലുള്ള മാറ്റം കേരളത്തിലുണ്ടാകും. അതായത് കേരളത്തിൽ ഏകദേശം 10, 25, 30, 35 MLA മാർ BJPക്ക് ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. 3 വർഷത്തിനപ്പുറം സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ എന്തുതന്നെയായാലും UDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരട്ടെ. അപ്പോൾ അവർ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ എല്ലാം തനിനിറം പുറത്ത് വരട്ടെ. നമുക്ക് കാണാം, കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.